ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 6-ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 37 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണ മധ്യേ തൻ്റെ ജനത്തോട് നൽകുന്ന മനോഹരമായ ചിന്തകളാണ് ഈ വേദഭാഗത്ത് അടങ്ങിയിരിക്കുന്നത്. വിവാഹമോചനത്തെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും ആണയെക്കുറിച്ചും അവിടെ വളരെ വിശാലമായിട്ട് ലളിതമായ ഭാഷയിൽ കർത്താവ് സംസാരിക്കുകയാണ്. ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ദൈവത്തോട് കൂടുതൽ ചേരുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങളെയും സാഹചര്യങ്ങളെയും തുറക്കുവാൻ ഈ വേദവാക്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നതാകണം, നമ്മെ ധ്യാനിപ്പിക്കുന്നതാകണം എന്ന് പ്രത്യാശിക്കുകയാണ്. വിവാഹ ബന്ധം ദൈവം ഒരുമിപ്പിക്കുന്ന ഉടമ്പടിയുടെ, ദൈവ പദ്ധതിയുടെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നിമിഷങ്ങളാണെന്ന് നമുക്കേവർക്കും അറിയാം. വരം ലഭിച്ചവനല്ലാതെ അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നും വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം വിവാഹ കൂദാശയിൽ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതം ഒരു വൈവാഹികമായ ബന്ധത്തെ അടിസ്ഥാനമാക്കുന്ന ഒരു വ്യഭിചാരം എന്ന വാക്കിനെ അർത്ഥമാക്കാതെ കുറച്ചുകൂടി നമ്മുടെ ജീവിത മണ്ഡലവുമായി ചേർക്കുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും ദൈവം കൂട്ടിച്ചേർത്ത ബന്ധങ്ങളിൽ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ആശയങ്ങളിൽ സത്യത്തിന് വിരുദ്ധമായി, നമ്മുടെ ജീവിത ക്രമങ്ങൾക്ക് വിരുദ്ധമായി ഇടപെട്ടിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ പ്രത്യേകമായിട്ട് മത്തായി ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കണ്ണുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവനും അപ്രകാരം തന്നെയാണ്. കണ്ണ് മോഹിപ്പിക്കുന്നതായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നമ്മുടെ കാതുകൾ നമ്മെ മോഹിപ്പിക്കുന്ന വാക്കുകളിലൂടെ അത് ശ്രവിക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മുഴുവൻ അശുദ്ധമാക്കും എന്ന് പ്രത്യേകമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ നോമ്പ് കാലഘട്ടത്ത് നമുക്ക് നമ്മുടെ മോഹനീയമായ ചിന്തകൾക്ക് അതീതമായി ദൈവകൃപയെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ പുണ്യകാലം ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ചിന്തകളെയും ശ്രദ്ധ തിരിപ്പിക്കുന്നതാകണം എന്നും പ്രത്യേകമായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണല്ലോ: നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ തന്നെ ആയിരിക്കണം എന്ന്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ചിന്തകളും നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഈ ലോകപ്രകാരമുള്ള ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും തടയപ്പെടാതെ ദൈവമായ കർത്താവിങ്കിലേക്ക് ഉയർത്തുന്നതാകണം എന്നാണ് വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടുന്ന. ഈ ലോകത്തിൻ്റെ അവസരത്തിലും ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവകൃപയിലായിരിക്കുവാനും നമ്മെ ഒരുക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. വ്യഭിചാരത്തെക്കുറിച്ചും തുടർന്ന് വിവാഹ മോചനത്തെക്കുറിച്ചും കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഉപേക്ഷണ പത്രം കൊടുത്ത് പിരിച്ചുവിടുവാൻ ന്യായമുണ്ടല്ലോ എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ടല്ലോ. ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന, അല്ലെങ്കിൽ ദൈവബന്ധത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന എന്തിനേയും ഉപേക്ഷിച്ച് കളയുവാനുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ അതിനെ കാണണം. ഈ ലോകത്തിൽ ഒന്നും വേണ്ട, സമ്പത്ത് വേണ്ട, നമ്മുടെ കുടുംബം വേണ്ട, നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കുവാനുള്ള യാതൊരു സാഹചര്യവും വേണ്ട എന്നല്ല അർത്ഥമാക്കുന്നത്. എങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ ബന്ധങ്ങളെയും, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാനും ആ വ്യഭിചാരത്തിന്റെ ചിന്തകളെ നമ്മുടെ കേവലം കണ്ണുകൊണ്ടോ ശരീരം കൊണ്ടോ മാത്രമല്ല, ചിന്താമണ്ഡലങ്ങളെയും നമ്മുടെ കർമ്മമണ്ഡലങ്ങളെയും എല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം വ്യഭിചാരം എന്ന ആ ഒരു
പ്രക്രിയയിലൂടെ, അല്ല എങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ദൈവകൃപയ്ക്ക് നിരക്കാത്ത എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. രണ്ടാമതായിട്ട് കള്ളസാക്ഷ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉവ്, ഇല്ല എന്നീ രണ്ടു പദങ്ങൾ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ ഒരു സുതാര്യമായ ബന്ധങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ദൈവഹിതപ്രകാരമല്ലാത്ത നിശ്ചയങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അനുഗ്രഹീതമായ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മറുതലിക്കാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും നമുക്ക് സാധ്യമാകണം. അതിന് കള്ളസാക്ഷ്യം നമ്മെ പലപ്പോഴും തടയിടാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ഭോഷ്ക് പറഞ്ഞ് നമുക്ക് ഉപദ്രവകരമായി തീരുന്നവരെ കുറിച്ച് കള്ളസാക്ഷ്യങ്ങളെ പറയുന്നത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവകൃപയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ജീവിക്കാൻ ഈ നോമ്പുകാലം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ പൂർവ്വകാല ജീവിത ചരിത്രങ്ങളെ അത് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു മനുഷ്യനായി തീരുവാൻ പ്രത്യേകം പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി അത്രയെന്ന്. നമ്മൾ ആ പുതിയ സൃഷ്ടിയാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുന്ന അനുഗ്രഹീത നിമിഷമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഉവ് എന്നല്ലാതെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതല്ലാതെ, ദൈവത്തെ കൊണ്ട് ആണയിടാതെ, ഈ ഭൂമിയെ കൊണ്ട് ആണയിടാതെ, സ്വർഗത്തെ കൊണ്ട് ആണയിടാതെ, നമ്മൾ ആയിരിക്കുന്ന ബന്ധങ്ങളെ കൊണ്ട് ആണയിടാതെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. 15-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് ഏഷണി പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തനത്തിലൂടെ. ഈ ജീവിതത്തിൽ ഒരു നാളും കുലുങ്ങിപ്പോകാത്തവരായി, ആര് വന്നാലും ആര് നമ്മുടെ ജീവിതത്തെ അതിക്രമിച്ചാലും അതിൽ നിന്ന് മറിച്ചിടപ്പെടാത്തവനായി സ്ഥിരതയോടെ ശക്തിയോടെ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ, മറ്റുള്ളവർക്കെതിരെ കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് വിരോധമായി ദുഷ്ടാത്മ ശക്തികൾക്ക് അധിവസിക്കുവാനുള്ള ഒരു ഇടമായി മാറ്റാതെ ദൈവകൃപയിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നും ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബന്ധങ്ങളിലുള്ള സുതാര്യത, ഉപേക്ഷിക്കുവാനുള്ളവയെ ഉപേക്ഷിക്കുവാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം, വ്യാജ വാർത്തകൾ, വ്യാജമായ സ്തുതികൾ, വ്യാജ സാക്ഷ്യം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും ഈ നോമ്പുകാലത്ത് മത്തായി ശ്ലീഹ നമ്മോട് പറയുകയാണ് കർത്താവിൻ്റെ വാക്യങ്ങളിലൂടെ. നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ, അനുകരണീയമല്ലാത്ത മാതൃകകളിൽ മറ്റുള്ളവരെ കുറിച്ച് ഭോഷ്ക് പറയാതെ നല്ലവരായി എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എന്നാളും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.